ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യദാസ് ഭൂമിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് മോളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ കടന്നു വരികയാണ്. അന്നേരമായിരിക്കും അതിലൂടെ ഒരു കാറ് ചെറിപ്പാഞ്ഞ് വരുന്നത് കാണുന്നത്. ഭൂമി വേഗം സത്യൻ സാറിനെ അവിടെ നിന്ന് തട്ടി മാറ്റിയാണ്. അങ്ങനെ ആ ഒരു നല്ലൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഭൂമി അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. ആ നേരം ഭൂമിയുടെ പരിഭ്രമവും ടെൻഷനൊക്കെ കണ്ടിട്ട് സത്യൻ സാർ ചോദിക്കും, മോള് പേടിച്ചോ? സാർ എന്തെങ്കിലും പറ്റിയാൽ എന്താ മോളെ, സങ്കടപ്പെടാൻ ആരെയൊക്കെ പറഞ്ഞ് നേരെ ഭൂമി ഒട്ടിച്ച ആ നോട്ടീസിലേക്ക് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്നത് സംഗീതയും ഭവാനിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം സംഗീത ചോദിക്കും, അഞ്ജന എവിടെ പോയി എന്നാ പറഞ്ഞത്? അതെ, അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ്. വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനത് സംഗീത പറയും. പണ്ടത്തെ വിവാഹമായിരുന്നു നന്നായിരുന്നത്, മുറച്ചിറക്കനെ കെട്ടുക. അതാവുമ്പം പെൺകുട്ടികൾക്കൊരു കോൺഫിഡൻസും ഉണ്ടാവും, ബന്ധത്തിനൊരു വിലയും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഭവാനി ചിരിച്ചുകൊണ്ട് പറയും, അതെ, അതുകൊണ്ടാണല്ലോ അഞ്ജന അജയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഭവാനിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പം സംഗീത പറയും, ഭവാനി ഇങ്ങനെ ചിരിച്ചു കാണുന്നത് അപൂർവമാണല്ലോ, ദുഃഖങ്ങളൊക്കെ മാറി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അഞ്ജന കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഭവാനിക്ക് ഇനി സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് വരികയാണ്. എന്നിട്ട് മുത്തശ്ശി പറയും, ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ട്, ചെന്നിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരെന്ന് പറയും. നീ വരുന്നുണ്ടോ ഭവാനി? ഇല്ല അമ്മേ, അമ്മ പോയിട്ട് വാ. ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ ഫോൺ ചെയ്യാണ്. ഭൂമിയാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ സത്യദാസിൻ്റെ മോളെ കാണാത്ത നോട്ടീസ് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ഭൂമിയെ വിളിക്കും. എന്നിട്ട് ഭൂമിയോട് പറയും, മോളെ എന്ന് സമയം കിട്ടുകയാണെങ്കിൽ മോൾ ഇതുവഴിയൊക്കെ ഒന്ന് വരണം. ശരി മുത്തശ്ശി, വരാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഭവാനിയോട് മുത്തശ്ശി പറയും, മോളെ ഭൂമി വരികയാണെങ്കിൽ ഇരിക്കാൻ പറയണം, നല്ല കുട്ടിയാ, വർത്തമാനം പറഞ്ഞ് അങ്ങ് ഇരുന്നോ, വാ മോളെ എന്നും പറഞ്ഞിട്ട് സംഗീതയും വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഭവാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, അവൾ വരുന്നു, സത്യദാസിൻ്റെ മകൾ, ഈ വീടിൻ്റെ അവകാശി. ഈ വീട്ടിലെല്ലായിടത്തും CCTV ക്യാമറയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം. അവൾ ഇന്ന് മടങ്ങിപ്പോവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഭവാനി എന്തൊക്കെയോ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചേട്ടൻ ഇങ്ങനെ മുറ്റത്ത് എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അംബികേച്ചി വന്നിട്ട് ചോദിക്കും, ഈ ഇടയായിട്ട് എപ്പോഴും ഒരു ചിന്തയാണല്ലോ, എന്തു പറ്റി, മോളെ വിളിക്കണോ? അത് കേൾക്കുമ്പോൾ അച്ചേട്ടനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, എന്തിനും ഏതിനും ഇങ്ങനെ മോളെ വിളിക്കുന്നത്, മോളെ വിളിക്ക്. അത് കേൾക്കുമ്പോൾ അംബികേച്ചി പറയും, ഓ അയ്യേ, ഇതിപ്പോൾ എന്ത് പറ്റി, ഹേല അനങ്ങിയ മോളെ വിളിക്കുന്ന ആളാണല്ലോ, ഇതിപ്പോൾ എന്താ പറ്റിയത്? അംബികേച്ചി പറയാണ്, എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, എന്താണെങ്കിലും പറ. അതൊക്കെ പറയുമ്പോൾ അച്ചേട്ടൻ പറയും, എനിക്ക് ചെറിയൊരു തലവേദന, വേദനയ്ക്കുള്ള മരുന്നല്ലേ ഡോക്ടർ എഴുതി തന്നത്, അതെവിടെ വെച്ചത് എന്ന് മോളെ വിളിച്ച് ചോദിക്കാം. ആ സമയത്ത് വീണ്ടും അച്ചേട്ടൻ പൊട്ടിത്തെറിച്ചിട്ട് പറയും, എന്തിനും ഏതിനും മോളെ വിളിക്ക്. അതിൽ അംബികേച്ചി ചോദിക്കുകയാണ്, അച്ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അച്ചേട്ടാ, എന്തിനാ ഇങ്ങനെ മനുഷ്യനെ വിഷമിപ്പിക്കുന്നത്? അപ്പോൾ അച്ചേട്ടൻ ചോദിക്കും, നിനക്ക് മോളെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ പറ്റുമോ? എങ്ങനെ അവൾ നഷ്ടപ്പെടുന്നത്? അതെ, ഭൂമിയുടെ അച്ഛൻ വന്ന് കൊണ്ടുപോയാലോ? അങ്ങനെ ആര് വരാനാ? ഇതുവരെ ആരും വന്നില്ലല്ലോ, 22 വർഷം കഴിഞ്ഞില്ലേ, ഇനി ഇപ്പം ആര് വരാനാ? അന്നേരം അച്ചേട്ടൻ പറയും, നമ്മുടെ മോള് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസമായി ഞാനതറിയുന്നു. അങ്ങനെ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാ അത് പറയാനിപ്പോൾ സമയമായിട്ടില്ല എന്ന് അച്ചേട്ടൻ പറയാണ്. ഒരു ദിവസം ഭൂമിയെ വന്ന് അയാൾ ചോദിക്കും. അന്നേരം അംബികേച്ചി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിട്ട് ചോദിക്കും, നിങ്ങൾക്ക് അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മറ്റൊരാൾ അച്ഛാന്ന് അവൾ വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്കോ? അവളെ അങ്ങനെ വിട്ടുകൊടുക്കല്ല അച്ചേട്ടാ. മോള് പോയാൽ നമുക്കങ്ങ് മരിച്ചു കളഞ്ഞേക്കാം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അംബികേച്ചി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് പോരും. പിന്നീട് കിച്ചണിലിരുന്നിട്ടും അംബികേച്ചി ഇങ്ങനെ കരയുന്നതാണ്. നീ സങ്കടപ്പെടണ്ട, മഹാരാജാവ് വന്നാലും കൊടുക്കില്ല എന്നൊക്കെ അച്ചേട്ടൻ പറഞ്ഞിട്ട് അംബികേച്ചിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, മോള് വരുമ്പോൾ മോളെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കണം. അപ്പോൾ അംബികേച്ചി ചോദിക്കും, ഈ നെഞ്ചിൽ തീയും വെച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുമ്പോൾ അച്ചേട്ടൻ പറയും, മോളോട് വേദനയുടെ മരുന്ന് എവിടെ വെച്ചതെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അംബികേച്ചിയെ മരുന്നെടുക്കാൻ വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭവാനി ഇങ്ങനെ ഭൂമി വരുന്നതിന് മുന്നേ ഉള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയാണ്. അവളെ ഷോക്കടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഭവാനിക്ക്. അങ്ങനെ വയറൊക്കെ കൊണ്ടുവന്ന് കിച്ചണിൽ എല്ലാം സെറ്റ് ചെയ്യാണ്.
എന്നിട്ട് ഭവാനി ഇങ്ങനെ മനസ്സിൽ പറയും, സത്യൻ്റെ മകൾ ഇന്നത്തോടെ തീരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഭൂമി സ്കൂട്ടി എടുത്ത് അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ വീടുമായിട്ട് എനിക്കെന്തോ ഒരു വല്ലാത്ത ബന്ധമുണ്ട്. അതിനിടയിൽ ഭവാനി വന്നിട്ട്, ഓ മോള് വന്നോ, എന്തൊക്കെയാ മോളെ വിശേഷം എന്നൊക്കെ ചോദിച്ച് നല്ല സ്നേഹത്തിൽ പെരുമാറുകയാണ്. കോഫി ഹൗസ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു ആൻറ്റി എന്ന് പറയുമ്പം ചോദിക്കും, അല്ല മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഞാനും മാത്രം, വേറെ മക്കളൊന്നുമില്ലേ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ശരിക്കും മോളുടെ നാട് ഇത് തന്നെയാണോ? അല്ല, ഞങ്ങൾ 2 വർഷമായിട്ടേ ഉള്ളൂ ഇവിടേക്ക് വന്നിട്ട്. എന്താ ആൻറ്റി ചോദിച്ചത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാന്ന് പറയും. അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, മുത്തശ്ശി ഇവിടെ ഇല്ല, മോളെ സൽക്കരിച്ചിരുത്തണം എന്നൊക്കെയാണ് പറഞ്ഞത്. അയ്യോ, ഇവിടെ ചായ ഇട്ട് തരാനൊന്നും ആരും ഇല്ലല്ലോ. സെർവൻ്റ് ആണെങ്കിൽ ഇന്ന് വന്നിട്ടില്ല. അടുക്കള ആകെ നാശമായി കിടക്കുക. മോളൊരു കാര്യം ചെയ്യുമോ? മോൾക്ക് വിരോധമില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുമോ? അന്നേരം ഭൂമി പറയും, അതിനെന്താ, ഞാൻ ചെയ്തോളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിച്ചണിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഭവാനി പറയും, ആദ്യം ഇവിടേക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം, അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ മതി, കുറച്ചധികം പാത്രങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഭൂമി ആദ്യം നിലമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കും. അന്നേരം ഇങ്ങനെ ഭവാനി മനസ്സിൽ വിചാരിക്കുകയാണ്, അവളുടെ കഥ എന്തായാലും ഇന്നത്തോടെ തീരും. നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആ സമയത്ത് ഭൂമി പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ടാപ്പൊക്കെ തുറന്നിട്ട് കഴുകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും അച്ഛൻ്റെ കോൾ വരിക. അങ്ങനെ ഭൂമി ഓർമ്മയില്ലാതെ ടാപ്പ് പൂട്ടാൻ മറന്നു പോയിട്ട് മുറ്റത്തേക്ക് പോയി അച്ചോടനെ വിളിക്കുന്ന സമയത്താണ് ഭവാനി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഭവാനി വന്നിട്ട് ഇങ്ങനെ ജനാലിൻ്റെ സൈഡിലൂടെ ഭൂമിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ടാപ്പ് തുറന്നതൊന്നും ഭവാനി ശ്രദ്ധിക്കുന്നില്ല. ഭവാനി ഇങ്ങനെ സിങ്കിൻ്റെ അവിടെയാണ് കൈവച്ച് നിൽക്കുന്നത്. പെട്ടെന്ന് ടാപ്പ് വെള്ളമൊക്കെ നിറഞ്ഞ് സിങ്കൊക്കെ നിറഞ്ഞ് ഭവാനിയുടെ കയ്യിലേക്ക് വെള്ളം എത്തും. അങ്ങനെ ഭവാനി ആകെ ഷോക്കടിച്ച് നിൽക്കുന്ന സമയത്ത് ഭൂമി അത് കാഴ്ച കാണുന്നത്. അങ്ങനെ ഭൂമി ഓടി വന്നിട്ട് അവിടെയുള്ള ഒരു വടിയെടുത്തിട്ട് മോപ്പിൻ്റെ വടിയെടുത്തിട്ട് ഭവാനിയെ ഒന്ന് അടിച്ചു വീഴ്ത്തുകയാണ്. ഒറ്റയടിയിൽ തന്നെ ഭവാനി താഴേക്ക് വീഴും. അങ്ങനെ ഭൂമി ഭവാനിയെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് വരികയാണ്. അങ്ങനെ ഭൂമി ഭവാനിയുടെ അടുത്ത് ചോദിക്കും, ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ടാന്ന് പറയും. പിന്നീട് കാണിക്കുന്ന ഭൂമിയുടെ കോഫി ഹൗസാണ്. അവിടെ താത്ത ഭൂമിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ താത്ത ചോദിക്കും, ഭൂമി വരില്ലേ മോളെ? വരും താത്ത, ഇപ്പോൾ വരും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഭൂമി കോഫി ഹൗസിലേക്ക് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉമ്മയുടെ അടുത്ത് ചോദിക്കും, എന്താ ഉമ്മ, അയാൾ എന്നെ തള്ളി മോളെ, ജീവനാംശം പരാതിപ്പെട്ടിട്ട്. ഉമ്മ വിഷമിക്കേണ്ട, നാളെ ഉമ്മ വന്നിട്ട് ഒരു പരാതി എഴുതിത്താ. എന്നാൽ ഇപ്പോൾ ഉമ്മ പോയിക്കോ, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട മോളെ, ഞാൻ ബസ് പിടിച്ച് പോയിക്കോളാം. മോളെ, ഞാൻ ചായയുടെ കാശ് കൊടുത്തിട്ടില്ല, അതിന് ഉമ്മയുടെ അടുത്ത് ആരെങ്കിലും ക്യാഷ് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂമി 100 രൂപ എടുത്തു കൊടുക്കുമ്പോൾ ഉമ്മ പറയും, എനിക്ക് വേണ്ട മോളെ, ഇതിരിക്കട്ടെ, നാളെയും വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് ലക്ഷ്മി ചേച്ചി ചോദിക്കും, മോളെ കട അടച്ചാലോ? വേണ്ട ചേച്ചി, 11 മണി വരെ ഇരിക്കണം, ഇനി എന്നും 11 മണി വരെ ഇരിക്കണം, എനിക്ക് ക്യാഷിന് കുറച്ച് അത്യാവശ്യമുണ്ട് ചേച്ചി. ഭൂമി ഒറ്റയ്ക്ക് കടയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രാത്രിയായ സമയത്താണ് മുത്തശ്ശിയും സംഗീതയൊക്കെ വന്ന് കയറുന്നത്. അങ്ങനെ ഭവാനി ഇങ്ങനെ അവരുടെ അടുത്ത് ചോദിക്കും, എന്താ അമ്മ ഇത്ര വൈകിയത്? അത് മോളെ, ഞങ്ങൾ പാല് കാച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സത്യൻ്റെ മൂന്നാറിൻ്റെ എസ്റ്റേറ്റിലൊക്കെ ഒന്ന്, അത് മാത്രമല്ല നമ്മുടെ സുമിത്രയും അഭിരാമിയും കാണാതായ സ്ഥലത്തും ഒന്ന് പോയി. അവിടെ വെച്ചിട്ട് ഒരു വയസ്സായ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, പക്ഷേ പറയുന്നതൊന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അതൊക്കെ കേട്ടപ്പം ഭവാനി ചെറുതായിട്ടൊന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും, ഭൂമി വന്നിരുന്നോ? ആ വന്നു, കുറേ നേരം ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, മോള് പൊക്കോ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ എന്താ അബദ്ധമാണ് കാണിച്ചത്, എന്തായാലും ഞാൻ വിളിച്ചോളാം അവളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക്. അങ്ങനെ രാത്രി മുത്തശ്ശി ഭൂമിയെ വിളിക്കുകയാണ്. അപ്പോൾ ഭൂമിയോട് പറയും, സോറി മോളെ, ഞാൻ വരാൻ അല്പം ലേറ്റായി. അതിന് മുത്തശ്ശി എന്നോട് സോറി ഒന്നും പറയണ്ട. പിന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് മോള് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തരണം. ഒരു ദിവസം മോളെ ഇങ്ങോട്ട് വാ. ഞാൻ വരാം മുത്തശ്ശി, ഞാനൊരു ദിവസം വീട്ടിലേക്ക് നേരിട്ട് വരാം. ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ മുത്തശ്ശി ഭൂമിയെ വിളിച്ചതിന് ശേഷം വല്ലാത്തൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.